ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി കയ്പ്പയ്ക്ക കൊണ്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ്. മിക്കവാറും ആളുകൾക്ക് ഇതിൻ്റെ കയ്പ്പും അല്ലെങ്കിൽ കയ്പ്പയ്ക്കയുടെ ആ ഒരു കയ്പ്പുള്ളതുകൊണ്ട് കഴിക്കാത്തവരായിരിക്കും. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളത് കഴിച്ചിരിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ 2 കയ്പ്പയ്ക്കയാണ്, അത്യാവശ്യം വലിപ്പമുള്ള കയ്പ്പയ്ക്കയാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. അധികം തിന്നുമല്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. ഒരു മീഡിയം സൈസിലുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ദെൻ ഒരു കടായിൽ നമ്മൾ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച്, അല്ലെങ്കിൽ നമ്മൾ നടുവൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏതാണ്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ്ടൊന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് ഒരു സവാള, അത് നമ്മൾ പൊടിയായി അരിഞ്ഞ്, അതായത് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കാം. എന്നിട്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഉള്ളി ഏതാണ്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്കുള്ളത് മുളക് പൊടിയാണ്. കശ്മീരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളിങ്ങ, ആ ഒരു രീതിയിൽ പുളിങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് നമ്മളത് പിഴിഞ്ഞതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു പുളിങ്ങയുടെ ഇതൊക്കെ, അല്ലെങ്കിൽ ആ പുളിവെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കയ്പ്പയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. കയ്പ്പയ്ക്ക ആയതുകൊണ്ട് ഉപ്പ് എത്ര ഇട്ടാലും കാണില്ല. അപ്പോൾ പ്രഷറൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു കുറച്ച് മെനക്കെടാണ്, കാരണം ഈ ഒരു വലിയ പീസായതുകൊണ്ട് ഒന്ന് ഏതാണ്ടൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി നമുക്കത് അടച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിൽ പുളിവെള്ളമൊക്കെ വറ്റി, ഇപ്പോൾ ഇത് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഫ്രൈ ആക്കി എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം പോലെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓഫാക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതുപോലെ ആക്കി ഏതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. കയ്പ്പയ്ക്കയുടെ ചെറിയൊരു കയ്പ്പുണ്ടാവും, എന്നാലും നമുക്ക് ആ കുത്തലൊന്നും ഉണ്ടാവില്ല. പുളിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയുടെ പിന്നെ ആ ഒരു മധുരമൊക്കെ ഇതിലേക്ക് നമുക്ക് ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. ഇനി കയ്പ്പയ്ക്ക കയ്പ്പാണെന്ന് പറഞ്ഞ് കഴിക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്